ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു അവിയലാണ്. അവിയൽ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും വളരെ കോമൺ ആയിട്ടുള്ളൊരു ഡിഷാണ്. പക്ഷേ എന്നാൽ ഇപ്പോൾ കൂടുതലായിട്ട് കേരളത്തിലാണ് അവിയലിനെ ഉപയോഗിച്ച് കാണുന്നത്. സദ്യക്ക് നമുക്ക് അവിയലില്ലാതെ എന്തായാലും പറ്റില്ലല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിയൽ ഒരു 13 മുതൽ 15 വെറൈറ്റി വെജിറ്റബിൾസ് ഉപയോഗിച്ചിട്ടാണ് ട്രഡീഷണൽ ആയിട്ടുള്ള അവിയൽ പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ അത്രയധികം വെജിറ്റബിൾസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല ക്യാരറ്റും ബീൻസൊക്കെ ഇപ്പോൾ റീസെൻ്റ്ലി വന്ന ഒരു എഡിഷനാണ്. കേരളത്തിൽ തന്നെ അവിയൽ പല ഭാഗത്ത് പല വിധത്തിലാണ് ഉണ്ടാക്കുന്നത്. അതായത് ചില സ്ഥലത്ത് പുളി, ചില സ്ഥലത്ത് തൈര്, ചില സ്ഥലത്ത് പച്ചമാങ്ങ, അങ്ങനെ പുളിക്ക് വേണ്ടിയിട്ട് പല സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നമ്മുടെ നാടൻ അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അവിയലിനായിട്ട് ഇത്രയും പച്ചക്കറിയാണ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഇതിപ്പം 1.5 കപ്പ് കോവയ്ക്ക, 1.5 കപ്പ് കുമ്പളൻ, പിന്നെ 2 മുരിങ്ങക്കായ, ഇതൊരു 1.5 to 2 കപ്പോളം വരുന്ന ബീൻസ്, പിന്നെ 3 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതും ഏകദേശം ഒരു 1.5 കപ്പ് ഉണ്ടാവും. പിന്നെ ഒരു പച്ചക്കായ എപ്പോഴും മുറിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിലിട്ട് വെക്കണം, ഇല്ലെങ്കിൽ അത് കറുത്ത് പോകും. പിന്നെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് നോക്കാം. നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കാം. എന്നിട്ട് അതിലേക്ക് ആദ്യം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എല്ലാ പച്ചക്കറികളും ആഡ് ചെയ്യാം. ഈ സമയത്ത് തീ ഒന്ന് കുറയ്ക്കാം. എല്ലാ പച്ചക്കറികളും ഇട്ടു. അപ്പോൾ പച്ചക്കറിയിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. പക്ഷെ എന്നാലും അത് കരിയാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആഡ് ചെയ്ത് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യാം. ചെറിയ ഫ്ലെയിമിലാണ് നമ്മൾ വേവിക്കുന്നത്. നിങ്ങൾക്ക് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം വെള്ളം ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്നാവും. പക്ഷെ അതിൻ്റെ സ്വാദിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉപ്പ് നിങ്ങളുടെ പാകത്തിനാണ് ഇടേണ്ടത് കേട്ടോ. മഞ്ഞൾ കുറച്ച് നന്നായിട്ട് വേണം. ഞാൻ ഓൾമോസ്റ്റ് 1 സ്പൂണോളം ഇടുകയാണ്, 1 ടീസ്പൂണോളം മഞ്ഞൾ. മുളക് പൊടി നമുക്ക് അധികം ആവശ്യമില്ല, പക്ഷെ നമ്മളെന്നാലും കുറച്ച് മുളക് പൊടി ഇടും. കാരണം ഈ മഞ്ഞളിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടി ഇടുമ്പോഴാണ് അതിൻ്റെ മഞ്ഞ മാറി ഒരു ഗോൾഡൻ കളർ കിട്ടുക. അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു കഷ്ടി 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അവിയൽ മറ്റത് ചുവന്നിരുന്ന ഒരു ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും വ്യത്യാസമായിപ്പോൾ. ഇത്ര ഇട്ടിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുളക് ഇടണം എന്നുള്ള നിർബന്ധമില്ല കേട്ടോ. വെറും മഞ്ഞ മതി എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് ഇടും, അപ്പോൾ അതിൻ്റെ എരിവുണ്ടാവും. വെറും ഒരു മഞ്ഞ ആയിട്ട് നിൽക്കാനാണെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഇടേണ്ട തന്നെ ആവശ്യമില്ല. പക്ഷേ ആ ഒരു ഗോൾഡൻ കളർ കിട്ടണമെങ്കിൽ കുറച്ച് മുളക് പൊടി ഇടണം. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് മൂടി വയ്ക്കാം. കരിയില്ല എന്ന് ശ്രദ്ധിക്കണം കേട്ടോ, കാരണം നമ്മൾ കുറച്ചല്ലേ വെള്ളം ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് കരിയാതെ ശ്രദ്ധിക്കണം. തീ മീഡിയത്തിനെ കുറച്ച് താഴേക്കായിട്ട് വെച്ചാൽ മതി. ഏറ്റവും ലോല് വെക്കേണ്ട, പിന്നെ ഒരുപാട് സമയം എടുക്കും. മീഡിയത്തിൻ്റെ കുറച്ച് ലോല്. ഇപ്പം പച്ചക്കറികളൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇതിപ്പം നമ്മൾ ഇത്ര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടും ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്നു. ഇതിന് അത്യാവശ്യം വേവാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിൽ നമുക്ക് ഒരുവിധം വെന്ത ഒരു സ്ഥിതിയിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ടുള്ള പുളിയാണ് ഞാനിപ്പോൾ ഒഴിച്ചത്. ഞാനിപ്പോൾ ഇത് പുളി ഇട്ടിട്ടുള്ള അവിയലാണ് ഉണ്ടാക്കുന്നത്. ഈ അത് വളരെ കുറച്ച് വെള്ളത്തിലാണ് ഞാൻ ആക്കിയത്. അതൊന്ന് ആ പുളിയൊന്ന് പറ്റാനായിട്ടും പച്ചക്കറി ഒന്നും കൂടി ഒന്ന് വേവാനായിട്ടും നമുക്ക് കുറച്ച് നേരം കൂടി ഇട്ട് മൂടി വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ അരപ്പ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ചിരവിയത്, 2 ടീസ്പൂൺ ജീരകം, ഈ സാധാരണ കുഞ്ഞി ജീരകമാണ് കേട്ടോ അത്, പിന്നെ ഒരു 4 പച്ചമുളകിൻ്റെ എരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം, അല്ല എണ്ണം വേണമെങ്കിൽ കൂട്ടാം. എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 2 ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്ര ഇട്ടിട്ട് നമുക്കിത് അരച്ചെടുക്കാം. വളരെ പേസ്റ്റ് പോലെ ആക്കരുത്. ഒന്ന് ചതയ്ക്കുന്നതിൻ്റെയും അരപ്പിൻ്റെയും പേസ്റ്റിൻ്റെയും നടുക്കുള്ള ഒരു കണ്ടീഷൻ. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതേ ഇങ്ങനെ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ളത്. ഇതിനെ നമുക്കിനി
നമ്മുടെ പച്ചക്കറികളിലേക്ക് ചേർക്കാം. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച് ഇപ്പോൾ ഈ കളറൊക്കെ കണ്ടില്ലേ പച്ചക്കറിയുടെ, അതൊക്കെ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ആ കളർ അങ്ങനെ നിൽക്കില്ല. ഇങ്ങനെയാകുമ്പം അതിൻ്റെ നിറമൊന്നും അങ്ങനെ പോവില്ല. ഈ അരപ്പ് ഇതിലേക്ക് ചേർക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഇതിൻ്റെ കൂടെ വേവിക്കുമ്പോൾ തന്നെ മറ്റ് പച്ചക്കറികളുടെ കൂടെ ചീന്തിയിടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, വെളിച്ചെണ്ണ. നമ്മൾ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല, കാരണം 1 ടേബിൾ സ്പൂൺ കൂടി ഞാൻ ഒഴിച്ചു. വെളിച്ചെണ്ണയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പം ആ വെളിച്ചെണ്ണയും കൂടി ഇതിലൊഴിച്ച് ഇതിനെ കുറച്ച് നേരം ആ ഫ്ലേവർ എല്ലാറ്റിലും ആവാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് സെർവ് ചെയ്യാം. എൻ്റെ അവിയലിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ടേക്ക് കെയർ. ബൈ.